കോഴിക്കോട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഖനനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. തീരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും മരം കടപുഴകി വ്യാപക നാശനഷ്ടമുണ്ടായി. ചുഴലിക്കാറ്റിൽ ബീച്ചിലെ പെട്ടിക്കടകൾ പൂർണ്ണമായും തകർന്നു. AK അഭിലാഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിലാഷ്, മലബാറിൽ തന്നെ ഇന്നലെ രാത്രി പെയ്ത ആ ഒരു മഴ കനത്ത മഴ തന്നെയായിരുന്നു. അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയണമെങ്കിൽ ആ കോഴിക്കോട് ബീച്ചിൽ പോയി അവിടുത്തെ പെട്ടിക്കടകൾ തകർന്നത് മാത്രം കണ്ടാൽ മതി. ഒരുപാട് പേരുടെ ജീവിതമാർഗം തന്നെ വഴിമുട്ടിയല്ലേ, അതും കാലവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ. തീർച്ചയായിട്ടും ആദ്യ ദിവസങ്ങൾ തന്നെയാണ് വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇപ്പോൾ അല്പസമയം മഴ മാറി നിൽക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം ഇതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പിൻഭാഗത്ത് കാണാം, മരങ്ങളൊക്കെ കടപുഴകി കിടക്കുന്ന ഒരു കാഴ്ചയാണത്. കാരണം ഇന്നലെ വൈകിട്ട് ഏതാണ്ട് അല്പസമയങ്ങൾ മാത്രമായിരുന്നു ചുഴലിക്കാറ്റുണ്ടായത്. ആ ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് ഇത്തരത്തിൽ മരങ്ങളൊക്കെ കടപുഴകി നിൽക്കുന്നത്. കോഴിക്കോട് ബീച്ച് പരിസരത്താണുള്ളത്. അതോടൊപ്പം തന്നെ റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടിക്കടകൾ നാശോന്മുഖമായി കിടക്കുന്ന കാര്യങ്ങൾ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന പെട്ടിക്കടയായിരുന്നു. ആ പെട്ടിക്കടയിലെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഭരണികളും ഒക്കെ പൊട്ടിപ്പോകുന്നൊരു സാഹചര്യമായിരുന്നു. ഏതാണ്ട് 50ഓളം ഭരണികളാണ് പൊട്ടിപ്പോയിരിക്കുന്നത്. ഇവർ അതിനുശേഷം ഈ പെട്ടിക്കടകൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ദുരന്തത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെ ലഭ്യമാകുന്നു. നമുക്കിപ്പോൾ ബീച്ചിലേക്ക് കടന്നാൽ നമുക്ക് കാണാം, ഈ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം എങ്ങനെയാണ് കടൽ രൂക്ഷമാകുന്നതെന്നാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചിരുന്ന ബീച്ചിൻ്റെ കടലിലെ സ്വഭാവമല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അത് വന്യമായ ഒരു രീതിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ അത് കരയിലേക്ക് വരികയും മണ്ണെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഏതാണ്ട് 1 മീറ്ററോളം ആഴത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ മണ്ണെടുത്തിരിക്കുന്നത്. കാരണം ഈ ഭാഗത്തൊക്കെ നേരത്തെ മണൽ വന്ന് കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു അത് ഒരു സൂചന മാത്രമാണ്. കാരണം ഇത്തരത്തിൽ മണ്ണെടുക്കാനുള്ള സാധ്യത പല മേഖലകളിലും തീരദേശങ്ങളിലൊക്കെ ഉണ്ട്. അത് ഈ ജനവാസ മേഖലയിൽ, അതായത് വീടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിൽ മണ്ണെടുക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള അപകടങ്ങളിലേക്ക് തന്നെ പോകും എന്ന് തന്നെ വ്യക്തമാവുകയാണ്. ഏതായാലും ഈ മഴ തുടങ്ങിയിരിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇവിടെ കാണുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ആ മേഖലകളിൽ ക്യാമ്പുകൾ സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെയാണ് നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ അതിനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ തഹസിൽദാരോടും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുരന്ത മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലൊക്കെ അത് എങ്ങനെ നേരിടാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാം എന്നതൊക്കെയാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ജില്ലാ കളക്ടറേറ്റിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഫയർഫോഴ്സിനോടും അതോടൊപ്പം തന്നെ KCBയോട് അടക്കം ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ റോഡിലേക്ക് മരങ്ങൾ വീഴാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റാനൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. റോഷ്നി. ഓക്കെ അഭിലാഷ്, എന്തായാലും കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം പാലിക്കപ്പെടട്ടെ എന്നേ പറയാനുള്ളൂ. നമ്മൾ ഒരു ജാഗ്രതയോടെ കരുതലോടെ തന്നെ മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ്. മുഹമ്മദ് റിയാസ് പറയുന്നു, പ്രസാദ് കാണിച്ച മതിലിനെ കുറിച്ച്, മൈദയിൽ പോസ്റ്റർ ഒട്ടിച്ചതുപോലെയാണല്ലേ മതിൽ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും അത്തരം ഒരു സാഹചര്യമാണ്. തൻഹ പറയുന്നു, ആ മതിലിന്റെ കാര്യം അധികൃതരുടെ കണ്ണിൽ പെടുത്തേണ്ടതാണെന്ന്. തീർച്ചയായും അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ വാർത്തകൾ നൽകുന്നതും. നമുക്ക് മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ തലനാരിഴയ്ക്ക് ഒരു അപകടം ഒഴിവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എത്താം. ഇടവേള.